ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി. ഉള്ളി ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന പൊട്ടറ്റോയും ക്യാപ്സിക്കവും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലെ 2 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വലിയ പൊട്ടറ്റോ ഇതുപോലെ അരിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുക്കാനായിട്ട് വറുത്ത് പൊടിക്കാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഞാനൊരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി അതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അല്പം ഇഞ്ചി ചെറുതായിട്ട് പൊടിഞ്ഞ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആയിട്ട് നിലക്കി അല്പം കറിവേപ്പില, ആ കൂടെ ഒരല്പം കായപ്പൊടി, ഇനി അതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് വെന്ത് വരാനായിട്ട് മാറ്റി വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. ആ സമയത്തിന് ഇത്തിരി മസാല ഉണ്ടാക്കാം. ഇതിനുള്ള ചൂടായ പാനിലേക്ക് ഒരു അല്പം നിലക്കടല ഇടാം, അല്പം പെരിഞ്ചീരകം, 3-4 ക്ലവ്, ഒരല്പം മല്ലി, അല്പം എള്ള്, ഒരു ജീരകവും 5-6 പെപ്പറും അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 കഷ്ണം കോക്കനട്ട് ഇതും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 3 മുളക്, ഇതെല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാലകളൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി. അതിനെ ഇനി മാറ്റി വയ്ക്കാം. പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വെന്ത് ഇതുമായിട്ട് വരട്ടെ, മൂത്ത് വരട്ടെ. നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമ്മുടെ ആത്മീയ ഭക്ഷണം എന്തെന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. റോമർ 5:6 ഇപ്രകാരം പറയുന്നു: നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു അഭക്തർക്ക് വേണ്ടിയിട്ട് മരിച്ചു. കർത്താവ് നമ്മൾ പാപികളായി ജനിച്ച നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടൊന്നുമല്ല, എന്നാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹപ്രകാരം നമ്മുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ വഹിച്ച് ക്രിസ്തു യാഗമായി തീർന്നു. ആ ഒരു സ്നേഹം, അതാണ് ദൈവം ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഇന്ന് കർത്താവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ആ നിത്യരക്ഷയിലേക്ക് അവകാശികളായി തീരുവാനും തക്കവണ്ണം ദൈവം ഇങ്ങനെയുള്ളവരെ എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു അല്പം കാശ്മീരി ചില്ലി പൗഡർ, ഒരു അല്പം ബേസൻ കടലമാവ് അതല്പം ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ആ മസാല അതും കൂടെ ഇട്ട് കൊടുക്കാം.
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ക്യാപ്സിക്കം പൊട്ടറ്റോയും മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. മസാല പൊടിക്കുമ്പോൾ ഒരുപാട് തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരല്പം നാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കാം. നാരങ്ങാനീര് ഒഴിച്ചു കഴിഞ്ഞാൽ അല്പം മല്ലിയില കൂടെ തൂവി നമുക്കിത് വാങ്ങാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോയും ക്യാപ്സിക്കവും ഇട്ടുള്ള നല്ലൊരു കറി. അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.